കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ നമ്മൾ യുദ്ധകാണ്ഡം 13-ാം സർഗം 6-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെയ്തത് അല്ലേ? അതെ, 6. അത് വളരെ വളരെ അർത്ഥം ഭയങ്കര തത്വമാണ് അതിൽ പറയണത്. ഇന്നലെ ഞാൻ കുറേയൊക്കെ പറഞ്ഞു, പക്ഷേ പിന്നെ അത് ഒന്നും കൂടി ഇന്ന് പറയാൻ നോക്കാം ഞാനത്. അതായത് ആരാണ് ബ്രഹ്മാവിനെ ആദ്യം സൃഷ്ടിച്ചതും ബ്രഹ്മാവിന് ലോകം സൃഷ്ടിക്കേണ്ടത് എങ്ങനെയെന്നുള്ള മനസ്സിലാക്കാൻ വേദങ്ങളെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ആരാണ് പ്രകാശിപ്പിച്ചത്, അങ്ങനെ അതുപോലെ സർവഭൂതങ്ങളിലും ബുദ്ധിക്ക് അല്ലെങ്കിൽ ബോധത്തെ നൽകുന്ന ആ ദേവനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ള അർത്ഥമുള്ള എന്ന ആ സാധാരണ ശ്രുതിയിലത്തെ, അതായത് വേദത്തിലത്തെ അർത്ഥമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാണപ്പെടുന്ന സകല ഈ ജഗത്ത് മുഴുവൻ അങ്ങ് തന്നെയാണ്. അതുകൊണ്ടാണ് അശ്വിനി ദേവന്മാർ അങ്ങയുടെ നാസികയാണ്, അതായത് മൂക്കാണ്, ചന്ദ്രസൂര്യന്മാർ കണ്ണാണ് എന്ന് പറയുന്നതിന് കാരണം അതാണ്. പിന്നെ എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ നാഥനാണ്. പിന്നെയോ എന്താണ്, ഒന്നിനോടും, അതായത് എന്നെന്നും നശിക്കാതെ നിത്യവും എന്നാൽ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതും ഒന്നിനോട് ചേരാത്തതും ഒന്നോടും ബന്ധിക്കാതെയും എല്ലാം വിളങ്ങണ ആ ഈശ്വരൻ തന്നെയാണ് രാമൻ. അതായത് നാശരഹിതമായ ഏതൊരു വസ്തുവാണ് ഈ ലോകത്തിലാകെ ഉള്ളത് അത് ഭഗവാനാണ് അല്ലേ? ഒന്നിനോടും ബന്ധപ്പെടാത്തതുകൊണ്ടാണ് സദാ ശുദ്ധൻ എന്ന് പറഞ്ഞത്. പിന്നെയോ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും ആ 3 അവസ്ഥാത്രയങ്ങൾക്കും അതീതനാണ്. മാത്രമല്ല ആ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണ്. ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തിക്ക് സാക്ഷിയായിട്ടുള്ള, നമ്മൾ സുഷുപ്തിയിലും നമ്മൾ സുഖമായി ഉറങ്ങിയെന്ന് അറിയുന്ന ആ ആളാണ് അല്ലേ? അതുകൊണ്ടാണ് സദാ ബുദ്ധൻ. മാത്രമല്ല ജ്ഞാനസ്വരൂപനാണ്. ബുദ്ധി മീൻസ് ബോധം എന്ന് പറഞ്ഞാൽ അതല്ലേ? അപ്പം ജ്ഞാനസ്വരൂപനാണ്. പിന്നെയോ ഈ ലോകങ്ങൾ, മായയുടെ കാര്യമായിട്ടുള്ള ഈ ലോകങ്ങളിൽ നിന്ന് ഭിന്നനാണ്. അതുകൊണ്ട് സദാ മുക്തനാണ്. എന്നാൽ മായയ്ക്ക് ആശ്രയമായിട്ടുള്ളവനാണ്. മായയിൽ നിന്ന് അതീതനുമാണ്, മായയ്ക്ക് ആശ്രയമായിട്ടിരിക്കുന്നവനുമാണ്. അതായത് അങ്ങ് ജന്മാദികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിത്യനാണ്. പിന്നെയോ ഭേദഭാവന ഇല്ലാത്തതുകൊണ്ട് ഏകനാണ്. പിന്നെയോ അതായത് നാശം ഇല്ലാത്തതുകൊണ്ട് സദാ എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന ആളാണ്. ഒന്നിനോടും ചേർച്ചയില്ലാത്തത് കൊണ്ട് ശുദ്ധനാണ്. എപ്പോഴും മുക്തനാണ്. മുക്ത ബുദ്ധ ജ്ഞാനസ്വരൂപനാണ്. അതാണ്, ജ്ഞാനസ്വരൂപനുമാണ്. അങ്ങനെ ഉള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞ. അതേപോലെ തന്നെ ഈ ലോകാനാമാതിരന്തോസി എന്ന അധ്യാത്മരാമായണത്തിൽ കാണുന്ന ഭാഗം വാൽമീകി പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടോ, അത് വാൽമീകി രാമായണത്തിൽ ഇതിനെ എന്താണ്, അതായത് ഇപ്പം ഈ പറഞ്ഞതിനെ വാൽമീകി രാമായണത്തിൽ ഏകദേശം എന്താ പറഞ്ഞ വെച്ചാൽ, അന്തേ ചാദൗ ച ലോകാനാം ദൃശ്യസേത്വം പരന്തപ പ്രഭവം നിധനം ചാപി ന വിദു കോ ഭവാനിധി പരമാഖ്യം പരം യച്ച ത്വമേവ പരിഗീയസേ സ്ഥിത്യുൽപ്പത്തി വിനാശാനാം ത്വാമാഹു പരമാം ഗതി. അർത്ഥം എങ്ങനെയാ വെച്ചാൽ, ലോകങ്ങളുടെ പ്രഭോ, ലോകങ്ങളുടെ അവസാനത്തിലും ആദ്യത്തിലും ഭഗവാനുണ്ട് ഇല്ലേ? അതായത് സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ട്, സൃഷ്ടിസ്ഥിതി സംഹാരം കഴിഞ്ഞാലും ഉണ്ട്. ഉൽപ്പത്തിക്കും നാശത്തിനും, അതായത് അതിൻ്റെ എല്ലാ കാലത്തും ഉള്ളതാണ്. അതുകൊണ്ട് അവർക്കൊന്നും ഉൽപ്പത്തിക്കും നാശത്തിനും അങ്ങ് ആരാന്ന് അറിയില്ല. അതായത് ഉൽപ്പത്തി നാശങ്ങളും അങ്ങേ ബാധിക്കില്ല. പരമെന്നും പറയപ്പെടാൻ യോഗ്യമായ വസ്തു ഏതാണോ അതാണ് ഭഗവാൻ. എന്താണ് പരമം? അതായത് അതിലും ഇതൊന്നുമില്ല. പിന്നെ പരം എന്നും, രണ്ടും ഭഗവാനെ പറ്റി പറയാവുന്ന വാക്കുകളാണ്. അത് ഒന്ന് മാത്രം, അത് അനുഭവമായിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. നിലനിൽക്കുക, നശിക്കുക എന്ന, അതായത് നമ്മളൊക്കെ അതുണ്ടല്ലോ, നിലനിൽക്കലും നശിക്കലും ഉണ്ട്. ആ ഭാവങ്ങളിൽ നിന്ന് മുക്തന്മാരാകണമെങ്കിൽ നമുക്ക്
ഭഗവാന്റെ ആ ഇതിനൊക്കെ അതീതമായിട്ടുള്ള സ്ഥാനത്തെ പ്രാപിക്കണം. ആ തത്വം അറിഞ്ഞവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതായത് ഇങ്ങനെ ഈ ഒരു ശ്ലോകം കൊണ്ടാണ് വാൽമീകി അതിനെ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഇത് തന്നെ. അതായത് ഭഗവാൻ, അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഭഗവാൻ ശ്രീരാമൻ പരബ്രഹ്മസ്വരൂപി തന്നെയാണ്, ഏകനാണ്, നിത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്, മുക്തനാണ്. അതാണ് ചുരുക്കം. അങ്ങനത്തെ ആ പരബ്രഹ്മം തന്നെയാണ് ഇവിടെ ശ്രീരാമനായിട്ടുള്ളതെന്ന് പറയണം കേട്ടോ. ത്വന്മായാ സംവൃതാനാം ത്വം ഭാസി മാനുഷവിഗ്രഹ ത്വന്നാമസ്മരതാം രാമ സദാ ഭാസി ചിദാത്മക. ത്വന്മായാ സംവൃതാനാം, അങ്ങയുടെ മായയാൽ മറയ്ക്കപ്പെട്ടവർക്ക്, സംവൃതാനാം എന്ന് പറഞ്ഞുല്ലോ, മായയാൽ മറയ്ക്കപ്പെട്ടവർക്ക് ത്വം അങ്ങ് മാനുഷവിഗ്രഹ, ഒരു മനുഷ്യ ശരീരം എടുത്ത ആളാണ് മായയിലിരിക്കണവർക്ക്. മായയ്ക്ക് അതീതമായിട്ടുള്ളവർക്ക് മനസ്സിലാവും അങ്ങ് പരബ്രഹ്മാണ്. പക്ഷെ മായയുടെ ഉള്ളിലിരിക്കണവരൊക്കെ അങ്ങ് മനുഷ്യ ശരീരം എടുത്തിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഭാസി ശോഭിക്കുന്നു, മനുഷ്യ ശരീരം എടുത്ത് ശോഭിക്കുന്നു. രാമ, ഹേ രാമ, ത്വം നാമസ്മരതാം, അങ്ങയുടെ നാമത്തെ സ്മരിക്കുന്നവർക്ക് ചിദാത്മക, അതായത് ചിത്താകുന്ന ജ്ഞാനം സ്വരൂപത്തോടു കൂടിയവനായിട്ട് ത്വം സദാഭാസി, നിന്തിരുവടി എപ്പോഴും ശോഭിക്കുന്നു. എന്താ വെച്ചാൽ സകല ജനങ്ങളും ഭഗവാനെ അങ്ങനെ പരബ്രഹ്മമായിട്ട് അറിയണില്ല. എന്താ വെച്ചാൽ അങ്ങയുടെ ശക്തി തന്നെയാണ് ഈ മായ. ആ മായ അങ്ങയെ ആശ്രയിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഏതൊരാളുടെ മനസ്സിനെയാണ് ഈ മായ മറയ്ക്കണത്, അതായത് മായയാൽ മറയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവരൊക്കെ അങ്ങയെ മനുഷ്യനാണെന്ന് വിചാരിക്കണു. എന്നാൽ ഭഗവാന്റെ സത്യസ്വരൂപത്തെ ആർക്കാ അറിയാൻ കഴിയുക? ഹേ രാമ, അങ്ങയുടെ നാമത്തെ സ്മരിക്കുന്നവർ പതുക്കെ 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 ജ്ഞാനസ്വരൂപനായിട്ട് എപ്പോഴും അറിഞ്ഞു തുടങ്ങും. ഭക്തി കൊണ്ട് ഭഗവാനെ ശരിക്കും അറിയാൻ സാധിക്കും. മായയിൽ കിടക്കുമ്പോൾ അറിയില്ലെങ്കിലും ഭഗവാന്റെ നാമം സ്മരിച്ചാൽ പതുക്കെ ജ്ഞാനസ്വരൂപനായിട്ട് എപ്പോഴും അറിയും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ രാമനാമസ്മരണം അജ്ഞാനത്തെ മനസ്സിൽ നിന്ന് നീക്കി, അതായത് ആത്മസാക്ഷാത്കാരത്തെ സാധിപ്പിക്കും തന്നെയാണ് പറയണത്. ഏത്? ഈ രാമനാമസ്മരണം. എപ്പോഴും രാമനാമം ജപിക്കുകയും രാമനെ സ്മരിക്കുകയും ചെയ്താൽ നമ്മളെ ഈ അജ്ഞാനം നീങ്ങും. എന്നിട്ട് ആത്മസാക്ഷാത്കാരം കിട്ടുന്ന, അതായത് പിന്നെ സാധാരണ നമുക്ക് അതൊരു എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു ഗജം എന്നും കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ ഒരു ആനയുടെ ആകൃതിയും ആനയുടെ എല്ലാ ഒരു സ്വരൂപവും ആനയുടെ ശബ്ദം അങ്ങനെ എല്ലാം ആനയെപ്പറ്റി നമുക്ക് ഓർമ്മ വരുമല്ലോ. അതുപോലെ തന്നെ പിന്നെ അതുപോലെ അപ്പം ഗജം എന്ന് കേട്ടാൽ മതി, അപ്പം നമുക്ക് ആനയെ ഓർമ്മ വരും ഇല്ലേ? അല്ലെങ്കിൽ ആന എന്ന് കേട്ടാൽ, ഇനി ആനയെ കണ്ടാൽ നമുക്ക് ആന എന്നുള്ള ശബ്ദം ഓർമ്മ വരും. രണ്ടും ഓർമ്മ വരും. ആന എന്ന് വല്ലവരും പറഞ്ഞാൽ നമുക്ക് ആനയുടെ രൂപം ഓർമ്മ വരും. ആനയെ കണ്ടാലും അതാ ആന, കണ്ടാലും നമുക്ക് ശബ്ദം ഓർമ്മ വരും. ശബ്ദം കേൾക്കുമ്പോൾ രൂപം ഓർമ്മ വരും, രൂപം കേൾക്കുമ്പോൾ ശബ്ദം ഓർമ്മ വരും. ഇങ്ങനെ വാക്കിനും ആ വാക്ക് കൊണ്ട് നമ്മൾ പറയുന്ന വസ്തുവിനും തമ്മിൽ നല്ല ബന്ധമാണ് അല്ലേ? അതുകൊണ്ടാണ് രാമനാമം എനിക്ക് വലിയ ഇഷ്ടമായിട്ടുള്ളൊരു ഇതാണ്. രാമനാമം നമ്മൾ സ്മരിച്ചാൽ അപ്പോൾ നമുക്ക് ശ്രീരാമൻ്റെ രൂപം മനസ്സിൽ ഓർമ്മ വരും. ഇപ്പോൾ ആന എന്ന് പറയുമ്പോൾ ആനയുടെ രൂപം മനസ്സിൽ ഓർമ്മ വരണ പോലെ തന്നെയാണ് രാമനാമം സ്മരിക്കുന്നവൻ്റെ ഉള്ളിൽ ആ രാമസ്വരൂപമായിട്ടുള്ള ആ രൂപവും ആനന്ദവും നമുക്കുണ്ടാവും. ആ ആനന്ദം അനുഭവപ്പെടുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് അനുഭവപ്പെടുമ്പോഴെങ്കിൽ നമുക്ക് ഈ ഞാനാണ് ശരീരം എന്നുള്ള ആ വിചാരം നശിക്കും. അങ്ങനെ ശരീരം ഞാനാണ് ഈ ദേഹം എന്നുള്ള ആ അഭിമാനം നശിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ സംബന്ധിയായിട്ടുള്ള എല്ലാറ്റിനും നാശം ഉണ്ടാവുമല്ലോ. അതായത് ശരിക്കും ഈ ദുഃഖം മാത്രം തരുന്ന പ്രപഞ്ചം നമ്മൾ എപ്പോഴും രാമനാമത്തിൽ മുങ്ങിയാൽ, രാമസ്മരണയിൽ നമ്മൾ മുങ്ങും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ദുഃഖങ്ങൾ അറിയാണ്ടേ ആവുന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും നമുക്ക് ആ ആനന്ദം അനുഭവിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം രാമനാമസ്മരണയാണ്. ഏത് നാമാണെങ്കിൽ അതെനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൂ. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മൾ ആന
എന്നങ്ങനെ ശബ്ദം, ആ ശബ്ദം നമ്മളുള്ളിൽ ആനയുടെ രൂപം നിറയ്ക്കും. അതേപോലെ തന്നെയാണല്ലോ രാമൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് രാമനെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് രാമൻ്റെ ചിത്രം വെച്ചാൽ അത് നമ്മുടെ മനസ്സിൽ വരും. ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കൃഷ്ണൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷ്ണരൂപം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മളെ നാമത്തിനെ സ്മരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭഗവത് സ്മരണം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി സ്മരണകളൊക്കെ അവിടെ സ്ഥലമില്ലേണ്ടി പോവും. ആ ബാക്കി സ്മരണകൾ വരുമ്പോഴാണ് ഞാൻ ദേഹമാണെന്നും ദേഹത്തിനെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നമുക്ക് നമുക്കതിനെപ്പറ്റി വിചാരവും അതുകൊണ്ടുണ്ടാവുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കണതേ. അപ്പോൾ ഞാൻ ദേഹമാണെന്നുള്ള ചിന്തയെ മാറ്റിക്കളഞ്ഞാൽ പിന്നെ രാമശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് രാമസ്മരണയല്ലേ, അതാണ് സൂത്രമായിട്ട് പറയണത്. അപ്പോൾ ഏറ്റവും അതായത് നമുക്ക് ഈ ഇപ്പോൾ രാമായണ പ്രകാരം, അതിപ്പോൾ ഭാഗവതാണെങ്കിൽ നാരായണാന്നോ കൃഷ്ണാന്നോ വാസുദേവാന്നോ നമുക്ക് പ്രയോഗിക്കാമെന്ന് പറയും. പക്ഷെ ഇപ്പോൾ രാമായണം പറയുമ്പോൾ ഈ നമുക്ക് ആത്മസാക്ഷാത്കാരം അനുഭവിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം രാമനാമസ്മരണയാണ്. അതിനാണ് ഉദാഹരണം. അത് വളരെ നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നി. ഞാൻ വേറെ ഒരു ദിക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അത് പണ്ട്. ഇനി 7, ത്വന്മായാ സംവൃതാനാം ത്വം ഭാസി മാനുഷവിഗ്രഹം ത്വന്നാമസ്മരതാം രാമ സദാ ഭാസി ചിദാത്മകഃ. 8, രാവണേന കൃതം സ്ഥാനമസ്മാകം തേജസാ സഹ ത്വയാദ്യ നിഹതോ ദുഷ്ട പുനഃപ്രാപ്തം പദം സ്വകം. അസ്മാകം ഞങ്ങളുടെ തേജസാ സഹ തേജസ്സോടുകൂടി സ്ഥാനം ഇരിപ്പിടം രാവണനാൽ ഹൃതം ഹരിക്കപ്പെട്ടു. ദുഷ്ടൻ അദ്യത്വയാഹത ഇപ്പോൾ അങ്ങയാൽ ഹനിക്കപ്പെട്ടു. സ്വകം പദം സ്വസ്ഥാനം പുനഃപ്രാപ്തം വീണ്ടും പ്രാപിക്കപ്പെട്ടു. അതായത് ദേവന്മാർ പറയാണ് അവതാരത്തിൻ്റെ ഉദ്ദേശം അങ്ങ് നിർവഹിച്ചു. അത് വളരെ സന്തോഷമായി. കാരണം രാവണൻ, ദേവന്മാർ രാവണൻ ഞങ്ങളുടെ സ്വർഗത്തിനെയും പ്രതാപത്തെയും ഒക്കെ അപഹരിച്ചിരുന്നു. സ്വർഗമൊക്കെ കീഴടക്കേണ്ടി, അതായത് രാവണൻ്റെ കീഴിലാക്കി. അതാണ് സ്വർഗവും അവരുടെ വാസസ്ഥാനമാണല്ലോ സ്വർഗം, ദേവന്മാരുടെ വാസസ്ഥാനവും അവരുടെ പ്രഭാവത്തിനെയും പ്രതാപത്തിനെയും ഒക്കെ രാവണൻ അപഹരിച്ചു. ഇപ്പോൾ അങ്ങ് ദുഷ്ടനായിട്ടുള്ള അവനെ സംഹരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനമൊക്കെ വീണ്ടും കിട്ടിയെന്ന്. അതായത് രാവണനോട് നേരിട്ട് ദേവന്മാർക്ക് യുദ്ധം ചെയ്ത് ജയിക്കാത്തത് കൊണ്ട് രാവണൻ അപഹരിച്ച തേജസ്സൊന്നും അവർക്ക് ഇതുവരെ മടക്കി കിട്ടിയിട്ടില്ല. ഇപ്പോൾ രാവണനെ ഭഗവാൻ നിഗ്രഹിച്ചപ്പോൾ ആ സ്ഥാനമൊക്കെ തിരികെ കിട്ടി എന്നാണ് പറയണത്. ബാക്കിയുള്ളവരെ എന്നൊക്കെ അപഹരിക്കുന്ന ആൾ ദുഷ്ടനാണല്ലോ. ഇപ്പം അങ്ങ് നിഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്കൊക്കെ തിരിച്ചു കിട്ടി. രാവണേന കൃതം സ്ഥാനമസ്മാകം തേജസാ സഹ ത്വയാദ്യ നിഹതോ ദുഷ്ട പുനഃപ്രാപ്തം പദം സ്വകം. സ്വന്തം പദവിയും സ്ഥാനമൊക്കെ കിട്ടി. ഏവം ബ്രൂൽസുദേവേഷു ബ്രഹ്മ സാക്ഷാൽ പിതാമഹ അബ്രവീൽ പ്രണതോ ഭൂത്വാ രാമം സത്യപഥേ സ്ഥിതം. ദേവേഷു ദേവന്മാർ ഏവം ബ്രുവൽസു ഇപ്രകാരം പറയുമ്പോൾ സാക്ഷാൽ പിതാമഹ ബ്രഹ്മാവ് പ്രണത ഭൂത്വ, അതായത് നമസ്കരിച്ചിട്ട് സത്യപഥേ സത്യമാർഗത്തിൽ സ്ഥിതം രാമം സ്ഥിതി ചെയ്യുന്ന രാമനോട് അബ്രവീത് പറഞ്ഞു. ദേവന്മാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവൻ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുന്ന രാമനെ നമസ്കരിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു. അതായത് എന്താ വെച്ചാൽ ഭഗവാൻ ഒരിക്കലും ആ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെയാണല്ലോ ജീവിച്ചത് രാമനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ സത്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത രാമനെ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു. ഇനി ബ്രഹ്മാവിൻ്റെ വാക്കാണ് ബ്രഹ്മോവാച കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി വായിക്കാം. 9, ഏവം ബ്രുൽസുദേവേഷു ബ്രഹ്മ സാക്ഷാൽ പിതാമഹ അബ്രവീൽ പ്രണതോ ഭൂത്വ രാമം സത്യപഥേ സ്ഥിതം. ബ്രഹ്മോവാച, ബ്രഹ്മാവ് വന്ദിക്കുകയാണ്. വന്ദേ ദേവം വിഷ്ണുമശേഷസ്ഥിതിഹേതും ത്വാമധ്യാത്മജ്ഞാനിഭിരന്തർഹൃദി ഭാവ്യം ഹേയാഹേയദ്വന്ദ്വവിഹീനം പരമേകം സത്താമാത്രം സർവഹൃദിസ്ഥം ദിശിരൂപം. വിഷ്ണു മീൻസ് എല്ലാ ദിക്കിലും സർവ്വവ്യാപി എന്നാണ് അർത്ഥം വിഷ്ണു എന്നുള്ളതിന്. ശരിക്ക് ആ വാക്കിൻ്റെ അശേഷസ്ഥിതി ഹേതും സകലത്തിൻ്റെയും സ്ഥിതിക്ക്, അതായത് നിലനിൽപ്പിന് കാരണവും
അധ്യാത്മജ്ഞാനിഭി ആത്മതത്വത്തെ അറിഞ്ഞിരിക്കുന്നവരായ ഹൃദയമധ്യത്തിൽ, അതായത് ഈ യോഗീശ്വരന്മാരുടെയൊക്കെ, അതായത് ആത്മതത്വം അറിയുന്നവരാച്ച പറഞ്ഞ ജ്ഞാനികളുടെ ഹൃദയത്തിൽ ഭാവിക്കപ്പെടുവാൻ യോഗ്യനും, അതായത് ജ്ഞാനികളുടെ ഹൃദയത്തിൽ മാത്രമേ ശോഭിക്കുള്ളൂ അല്ലേ, ജ്ഞാനമുള്ളവരുടെ ഹൃദയത്തിൽ ശോഭിക്കാൻ യോഗ്യനും. പിന്നെയോ ഹേയദ്വന്ദ്വവിഹീനം, അതായത് ഉപേക്ഷിക്കപ്പെടാതിരിക്കത്തക്കത് എന്ന ദ്വന്ദ്വങ്ങളോട് കൂടാതിരിക്കുന്നവനും, അതായത് ദ്വന്ദ്വങ്ങളില്ല, ദ്വന്ദ്വാതീതനാണല്ലോ. അതാണ് ദ്വന്ദ്വങ്ങൾക്ക് ഓപ്പോസിറ്റ്സിന് അതീതനാണെന്നർത്ഥം. പിന്നെ എന്താണ് ഉപേക്ഷിക്കത്തക്കത്, ഉപേക്ഷിക്കപ്പെടാതിരിക്കത്തക്കത്, അങ്ങനെ രണ്ടിനും ദ്വന്ദ്വങ്ങളോട് കൂടാതിരിക്കുന്നവനും. പരമാത്മാവും, അതായത് ദ്വന്ദ്വാതീതനും, അതായത് എല്ലാം ഭേദഭാവന ഇല്ല, എല്ലാറ്റിനും ഒരുപോലെയാണ്. സത്താമാത്രം, അതായത് കേവല ഭാവസ്വരൂപനും. സർവഹൃദിസ്ഥം, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നവനും. ദൃശിരൂപം, ജ്ഞാനസ്വരൂപനും. ദേവം ത്വാം, പ്രകാശസ്വരൂപനുമായി നിന്തിരുവടിയെ ഞാൻ വന്ദിക്കുന്നേൻ. അതായത് ബ്രഹ്മാവിൻ്റെ നമസ്കാരമാണത്. എന്താ അറിയോ, ബ്രഹ്മദേവൻ വളരെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി, ആക്ച്വലി 8 ശ്ലോകം ഉണ്ടത്. എങ്ങനെയാണ് പറയണത് ഇതിൽ? ഈ ഒരു ശ്ലോകത്തിലെ പ്രകാശസ്വരൂപനും, എങ്ങും സർവവ്യാപിയും, സകല സ്ഥിതിയുടെയും കാരണഭൂതനും, ശരിക്കും സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ കാരണഭൂതനും, ആത്മതത്വത്തെ അറിഞ്ഞവരുടെ ഹൃദയത്തിൽ ധ്യാനിക്കപ്പെടുവാൻ യോഗ്യനും, അതായത് ജ്ഞാനികളുടെ ഹൃദയത്തിൽ ധ്യാനിക്കപ്പെടുവാൻ യോഗ്യനും, സ്വീകരിക്കാവുന്നത് ത്യജിക്കാവുന്നത് എന്ന നിലയുള്ള സുഖദുഃഖാദിഭാവങ്ങളെ വിട്ടിരിക്കുന്നവനും, അതായത് ദ്വന്ദ്വങ്ങളെ ഒരുപോലെ കാണുന്നവനെന്നർത്ഥം, ദ്വന്ദ്വാതീതനർത്ഥം. പരമാത്മാവും ഏകനും സർവാന്തര്യാമിയും ജ്ഞാനസ്വരൂപനുമായ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നേൻ. അതാണ് പറയണത്. പിന്നെന്താണ്, അതാണ് വളരെ നല്ലൊരു ശ്ലോകമാണ് കേട്ടത് അല്ലേ. എത്ര നല്ല ഭഗവാനെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ബ്രഹ്മാവ് നമസ്കരിക്കണം. നല്ലൊരു നമസ്കാര ശ്ലോകം. വന്ദേ ദേവം വിഷ്ണുമശേഷസ്ഥിതിഹേതും ത്വാമധ്യാത്മജ്ഞാനിഭിരന്തർഹൃദി ഭാവ്യം ഹേയാഹേയദ്വന്ദ്വിഹീനം പരമേകം സത്താമാത്രം സർവഹൃദിസ്ഥം ദിശിരൂപം. ഇനി 11. പ്രാണാപാനൗ നിശ്ചയബുദ്ധ്യാ ഹൃദിരുദ്ധ്വാ ഛിത്വാ സർവം സംശയബന്ധം വിഷയൗഘാൻ പശ്യന്തീശം യം ഗതമോഹ യതയസ്തം വന്ദേ രാമം രത്നകിരീടം രവിഭാസം. പ്രാണാപാനോ, പ്രാണവായുവിനെയും അപാനവായുവിനെയും, 5 ഉണ്ടല്ലോ, പഞ്ചപ്രാണൻ, അതിലത്തെ 2 പ്രാണവായുവിനെയും അപാനവായുവിനെയും നിശ്ചയബുദ്ധിയ, അതായത് ദൃഢബുദ്ധി കൊണ്ട് ഹൃദയത്തിൽ രോധിച്ചിട്ട് തടഞ്ഞു നിർത്തിയിട്ട് സർവം സംശയബന്ധം, സകല സംശയങ്ങളെയും വിഷയൗഖാൻ, വിഷയങ്ങളെയും ചിത്വ, മുറിച്ചിട്ട്, അതെങ്കിൽ ഛേദിച്ചിട്ട്, ഗതമോഹായതയ, മോഹം നശിച്ചിരിക്കുന്ന യോഗീശ്വരന്മാർ. യതയ എന്ന് പറഞ്ഞില്ലേ, യതി പറഞ്ഞാൽ എന്താ? യോഗീശ്വരന്മാർ. ഗതമോഹം എന്ന് പറഞ്ഞാൽ എന്താ? മോഹം നശിച്ചിരിക്കുന്ന യതീശ്വരന്മാർ. യം ഈശം പശ്യന്തി, ഏതൊരു ഈശ്വരനെ കാണുന്നുവോ, രത്നകിരീടം, രത്നം കൊണ്ടുള്ള കിരീടവും, രവിഭാസം, സൂര്യനെ പോലെയുള്ള പ്രകാശത്തോടും, തം രാമം, ആ രാമനെ ഞാൻ വന്ദിക്കുന്നേൻ. യതികൾ കാണുന്നത് എന്താ പറയണേ, അതായത് യോഗീശ്വരന്മാരെ, അതായത് പിന്നെ എന്താണ്, ബ്രഹ്മദേവൻ എന്ത് പറഞ്ഞിട്ട് നമസ്കരിച്ചാൽ, അതായത് ഈ പ്രാണനും അപാനനും ഈ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് മൂക്ക് കൂടെ പുറത്തേക്ക് വരണ അകത്ത വായുവിനാണ് പ്രാണൻ എന്നുള്ള പേര്. പിന്നെ അപാനൻ ഏതാച്ചാൽ നമ്മളെ അടിയിലത്തെ ആ ദ്വാരത്തിലിരുന്ന് ആ ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന വായുവാണ് അപാനൻ. മൂക്കിൽ കൂടെ പുറത്തേക്ക് വരുന്നതാണ് പ്രാണൻ, അടിയിൽ കൂടെ പോണതാണ് അപാനൻ. അപ്പം പ്രാണാപാന വായുക്കളെ
ഹൃദയത്തിൽ, അതായത് ഹൃദയത്തിൽ നിന്ന് അവിടെ തന്നെ നമ്മൾ തടഞ്ഞു നിർത്തുക. പ്രാണനെയും അപാനെയും ഹൃദയത്തിൽ തടഞ്ഞു നിർത്തി. ഇതൊരു ഹഠയോഗമാണ് കേട്ടോ. ഹഠയോഗത്തിൽ തൊന്നാ പറയണം, നമുക്കൊന്നും അറിയില്ല. പ്രാണനെയും അപാനെയും ഹൃദയത്തിൽ തടഞ്ഞു നിർത്തുന്ന ഒരു ഇതിനാണ് നമ്മൾ ഈ കുംഭകം എന്ന് പറയുക. അതായത് ശ്വാസം വിടാതിരിക്കണേന്. പ്രാണനെ ഉള്ളിലേക്ക് വലിക്കുന്നതാണ് നമ്മൾ ഈ പ്രാണായാമത്തിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പൂരകം ചൽ ഉള്ളിലേക്ക് വായു എടുക്കണേനെയാണ്. പിന്നെ അതിനെ പുറത്തേക്ക് പോവാതെ അവിടെ തന്നെ നിർത്തുന്നതിന് കുംഭകം. പിന്നെ പുറത്തേക്ക് അവസാനം വിടണേന് കുറച്ച് നേരം അങ്ങനെ കുംഭകത്തിൽ നിർത്തിയിട്ട് വിടണേനാണ് രേചകം. അപ്പോൾ ഈ പ്രാണനെ അടക്കി നിർത്തുന്ന സമയത്ത് യോഗികൾ ആരെയാണ് ധ്യാനിക്കുക? ഈ ആനന്ദമൂർത്തിയായിട്ടുള്ള രാമനെയാണത്രേ. സാധാരണ വായു ഉള്ളിലേക്ക് വലിച്ചിട്ടേ രേചകം, പൂരകം എന്ന് പറഞ്ഞു. പൂരകം വായു ഉള്ളിലേക്ക് വലിച്ചിട്ട് അതിങ്ങനെ അവിടെ നിർത്തൂല്ലോ കുറച്ച് നേരം. നമ്മൾ ശ്വാസം അതിൽ അകത്തിങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കില്ലേ? ആ സമയത്ത് യോഗികളെ, ഹഠയോഗികളെ രാമനെ എന്താണ് ആനന്ദമൂർത്തിയായിട്ടുള്ള രാമനെ കണ്ടേ ഇരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് അത്ര ഇരിക്കുക. അങ്ങനെ കുറേ അഭ്യാസം ചെയ്യും. അതായത് ഈ കുംഭകത്തിൻ്റെ സമയത്ത് രാമനെ ഞാൻ ധ്യാനിച്ച് നേരിട്ട് കാണുന്നവരെ എനിക്ക് ശരിക്കും അനുഭവം ഉണ്ടാവുന്നവരെ ഞാൻ ചെയ്യും എന്ന് നല്ല വാശിയോടുകൂടി ഇങ്ങനെ അഭ്യാസം ചെയ്തിട്ട് ഇന്ദ്രിയങ്ങളെയും എല്ലാം അകത്തേക്ക് വലിച്ച്, അതായത് പ്രത്യാഹാരം അതൊക്കെ ചെയ്ത് പിന്നെ ഹൃദയത്തിനെ പരിശുദ്ധമാക്കിയിട്ട് അപ്പോൾ അവർക്ക് ഈ ശ്രീരാമനെയും ആ അനുഭവം, അതായത് ജ്ഞാനാനുഭവം ഉണ്ടാവുത്രേ. എല്ലാ സംശയങ്ങളും നശിക്കും, എന്നിട്ട് അനുഭവം ഉണ്ടാവുത്രേ. അങ്ങനെ പരമാനന്ദം അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ വിഷയങ്ങളുടെ പിന്നാലെ പോവാൻ മനസ്സ് ആഗ്രഹിക്കില്ല എന്ന്. ഇങ്ങനെയുള്ള ഹഠയോഗ അഭ്യാസം കൊണ്ട് സംശയനിവൃത്തി വന്ന യതികൾ ഏതൊരു ഈശ്വരനെ സാക്ഷാത്തായി അറിയുന്നുവോ ആ പരമേശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ശ്രീരാമൻ തന്നെയാണ് രത്നകിരീടം ധരിച്ച് സൂര്യനെപ്പോലെ പ്രകാശിച്ചുമിരിക്കുന്ന ഈ രാമൻ. ആ രാമനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹഠയോഗികളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എങ്ങനെ ഇപ്പോൾ നമ്മൾ ഇത് കഷ്ടിച്ച് പറയുകച്ചാൽ ഹഠയോഗാഭ്യാസം കൊണ്ട് ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിച്ച് അറിയാതിരിക്കില്ലെന്ന് അതറിഞ്ഞേ അടങ്ങൂന്ന് വിചാരിക്കണം ഹഠയോഗികൾ. അതറിയുന്നവരെ ഞാൻ അഭ്യാസം ചെയ്യുന്ന ഉറച്ച സങ്കല്പത്തോടു കൂടിയ എന്താണ് ഞാൻ എങ്ങനെയെങ്കിലും കാണുന്ന അങ്ങനെ കണ്ട് അങ്ങനെ അവർക്ക് ആനന്ദാനുഭവം ഉണ്ടാവുമ്പോൾ പിന്നെ അവരുടെ മനസ്സ് വിഷയങ്ങളുടെ പിന്നാലെ പോവില്ല. അങ്ങനെ ഹഠയോഗാഭ്യാസം കൊണ്ട് സംശയനിവൃത്തി വന്ന യോഗികളെ ഏതൊരു ഈശ്വരനെയാണ് സാക്ഷാൽ അറിയുന്നവർ ആ രാമൻ തന്നെയാണ് രത്നകിരീടം ധരിച്ച് സൂര്യനെ പോലെ പ്രകാശിച്ചിരിക്കുന്ന ഈ രാമൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന രാമൻ. ആ രാമനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വളരെയധികം ഈ ഹഠയോഗികളുടെ കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പ്രാണാപാനവും നിശ്ചയബുദ്ധി, ദൃഢനിശ്ചയത്തിൽ കൂടി ഞാൻ ഭഗവാനെ അനുഭവിച്ചേ അടങ്ങൂ എന്നുള്ള ആ ദൃഢനിശ്ചയം. ഹൃദി രുദ്ധ്വ ചിത്വ സർവം സംശയബന്ധം. അവർ സംശയമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വിഷയ ഊഖാൻ, പിന്നെ വിഷയങ്ങളുടെ പിന്നാലെ പോകാൻ ആഗ്രഹമില്ല. പശ്യന്തി ശമ്യം ഗതമോഹ, എല്ലാ ആഗ്രഹങ്ങളും നശിച്ചിട്ട് ഏത് ഭഗവാനെയാണ് അവർ മനസ്സിൽ ആനന്ദസ്വരൂപനായ ഭഗവാനെ കാണുന്ന ആ രാമനെ ഞാൻ നമസ്കരിക്കും. യഥയസ്തം വന്ദേ രാമം രത്നകിരീടം രവിഭാസം. അപ്പോൾ ഇവിടെ നിർത്താം നമുക്ക്, കാരണം അടുത്തതും ഒക്കെ ഇങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്നാനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.